അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് അതാ കൃഷിപ്പണികളെല്ലാം നേരത്തെ കഴിച്ച് ആടിനെ പാൽ കറക്കലും എല്ലാം കഴിഞ്ഞ് പുല്ല് പറിച്ചു കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഷമീർ അതാ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയാണ്. അവൻ ഫുഡിന് വേണ്ടി ഉമ്മയുടെ ആ ഒരു കൊച്ചു അടുക്കളയിൽ ഇരുന്നു. അതെ, ഉമ്മ ഇരുന്ന് പാചകം ചെയ്യുകയാണ്. ഉമ്മ എന്തോ മൺചട്ടിയിൽ നല്ല അപ്പം, അതും അരിയരച്ചുണ്ടാക്കിയ അപ്പം ചുട്ടെടുക്കുന്നു ആ ഒരു കണലിൽ. അത് കാണുമ്പോൾ ഷമീറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതിമനോഹരമായ ഒരു ഫീലാണ് വരിക. കാരണം ആ ഒരു കാഴ്ചകളൊക്കെ ഇനി അന്യമായി പോകും എന്ന് ആലോചിക്കുമ്പോൾ, എങ്കിലും അവൻ ആ പഴമ നിലനിർത്താൻ തന്നെയാണ് നമ്മുടെ ഷമീർ ആഗ്രഹിക്കുന്നത്. മോനെ, കല്യാണം ആകുമ്പോഴേക്കും നമ്മളെ ഈ അടുപ്പും വീതിരൊക്കെ ഒന്ന് പൊളിച്ച് നന്നാക്കി ഒന്ന് ഉയരത്തിലേക്ക് ആക്കണ്ടേ എൻ്റെ ഉമ്മ. ഞാൻ പറയാലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതും അതൊക്കെയാണ്, മൺചട്ടിയിൽ പാചകം ചെയ്യുന്നതൊക്കെയാണ് എനിക്കിഷ്ടം. അല്ലാതെ ഉമ്മ, ഞാൻ ഒരിക്കലും മോഡേൺ ജീവിതം ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല ഉമ്മ, എനിക്ക് താല്പര്യവുമില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നുമ്മ, ഈ ഒരു വിറകടുപ്പിലെ ആ ഒരു മൺചട്ടിയിൽ പാചകം ചെയ്ത ബീഫായാലും ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ റൈസായാലും ഒക്കെ ഉമ്മ, എനിക്ക് അതാണ് ഇഷ്ടം. ആ ഒരു രുചി അത് വേറെ തന്നെ. പൊന്നു മോനെ, ഇപ്പം ആരടാ വിറകടുപ്പിലേക്ക് കത്തിക്കുക? എൻ്റെ ഉമ്മ, ഗ്യാസ് ഞാൻ കൊണ്ടുവരാം, നോ പ്രോബ്ലം, അതൊന്നും എനിക്ക് വിഷയമില്ല. പക്ഷേ ഉമ്മ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കണലിൽ ഇങ്ങനെ വെന്ത് ഉണ്ടാകുന്ന ഈ ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നുമ്മ, നിങ്ങൾ എനിക്ക് വേണ്ടി അത് തന്നെ മതി. ആയിക്കോട്ടെ മോനെ, ഉമ്മാക്ക് അതേ ഇഷ്ടമുള്ളൂ. ഉമ്മാക്ക് ഗ്യാസും കറണ്ടിൻ്റെ അടുപ്പും ഒന്നും ഉമ്മാക്ക് ഇഷ്ടമല്ല. ഉമ്മാക്ക് എന്നും ഇഷ്ടം ഈ ഒരു വിറകടുപ്പ് തന്നെയാണ്. എൻ്റെ ഉമ്മ, എന്നാൽ ഈ മോൻക്കും ഇഷ്ടം അത് തന്നെയാണ്. ഈ എൻ്റെ മോനല്ലേ, അപ്പം പിന്നെ അതേ ഉമ്മ. എന്നാൽ അന്ന് ഇത് വളരെയധികം ഉഷാറോടു കൂടി അവൻ ആ ഒരു പോലീസ് യൂണിഫോമിൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലായിട്ട് വന്നിരുന്നു ഷമീർ. ഉമ്മ, ആ മോനെ, മാഷാ അല്ലാ, ഏതായാലും എൻ്റെ കുട്ടി ഇതൊക്കെ നിങ്ങൾ നേടിയെടുത്തല്ലോ. ഏതായാലും അൽഹംദുലില്ലാ മോനെ. ഏത് കൊമ്പത്തി എത്തുകയാണെങ്കിലും എത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും നമ്മൾ വന്ന വഴി മറക്കാനും പാടില്ല. ദീന് വിട്ട് കളിക്കുകയും ചെയ്യരുത് കേട്ടോ. എപ്പോഴും ദീന് നമ്മളെ കയ്യിൽ വേണം. അത് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും എത്ര സാലറി വാങ്ങുന്ന ആളുകളാണെങ്കിലും എൻ്റെ പൊന്നുമോന, ആ കാര്യം മറക്കരുത് കേട്ടോ. ഒരിക്കൽ പോലും ദീന് വിട്ട് കളിക്കരുത് എൻ്റെ കുട്ടി കേട്ടോ, മനസ്സിലായല്ലോ? ഇല്ല ഉമ്മ, ഉമ്മാൻ്റെ കുട്ടി ഇതുവരെ ചെയ്തിട്ടില്ല. ഉമ്മാൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ അതാ ഭക്ഷണമെല്ലാം കഴിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു. ഉമ്മ, പോയിട്ട് വരട്ടെ. എൻ്റെ ഉമ്മ എന്നും സുന്ദരിയാണല്ലോ. നീ പോടാ കുട്ടിയെ. പഠിച്ചോനെ, ഇതൊന്നും കാണാൻ എൻ്റെ ബാപ്പ ജീവിച്ചിരിപ്പില്ലല്ലോ. അല്ലാ, പൊയ്ക്കോളി. പൊന്നു മോനെ, നല്ലോണം ശ്രദ്ധിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിറങ്ങണം കേട്ടോ. അല്ലാ, പഠിച്ചോനെ, എൻ്റെ കുട്ടി പോണതിന് മുമ്പ് വീട്ടിലത്തെ പാടത്തെ പണിയെല്ലാം കഴിച്ച് ആടിനെ കറക്കലെല്ലാം കഴിച്ചിട്ടാണ് എൻ്റെ പൊന്നുമോൻ പോലീസിലേക്ക് പോകുന്നത്. ആര് ചെയ്യണേ ഇങ്ങനത്തെ ജോലിയൊക്കെ ഇപ്പോൾ? ഉമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തൻ്റെ പ്രിയപ്പെട്ട മകനെക്കുറിച്ച് സന്തോഷം മാത്രമായിരുന്നു. അല്ലാ, ഇനിയിപ്പോൾ മോനെ. ആ ഉമ്മ, പിന്നെ പെരുന്നാളായിട്ടോ, പെരുന്നാൾ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നിക്കാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ. അതെ, ഇൻഷാ അല്ലാ, ഇന്ന് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ വരുന്നത്. ആ മോനെ, പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് ഹയറായൊരു പെൺകുട്ടിയെ നീ കൊടുക്കല്ലാ, ഹയർ നൽകണേ അല്ലാ. അപ്പോഴും ആ ഉമ്മ അതായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ അതാ അന്ന് പോലീസിലേക്ക് പോവുകയാണ് നമ്മുടെ ഷമീർ എസ് ഐ. പോകുന്നതിന് മുമ്പായിട്ട് അവനതാ ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി അല്പം സ്വീറ്റ്സ് അവിടെ നിന്ന് വാങ്ങി. എന്താ സാറേ, ഇന്നെന്തെങ്കിലും സ്പെഷ്യലുണ്ടോ? ആ, സ്പെഷ്യൽ തന്നെയല്ലേ ഇനി മുതലങ്ങോട്ട് എന്ന് പറഞ്ഞു അവർ കളിയാക്കി. എങ്കിലും അതാ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ആവശ്യമായ അല്പം സ്വീറ്റ്സ് വാങ്ങിയിട്ട് നമ്മുടെ ഷമീർ അതാ നേരെ പോകുന്നു. എന്നാൽ എസ് ഐ ഇന്ന് വരുമ്പോൾ നല്ലൊരു പെട്ടിയുമായിട്ടാണ് വരുന്നത്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. എല്ലാവർക്കും സലാം, ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷമീർ അതാ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ വന്നിരുന്നു. ആ, ഇരിക്കൂ. മാഷാ അല്ലാ. അല്ല, ഇന്നെന്താ സ്പെഷ്യല്? ഇന്ന് എല്ലാവർക്കും സ്പെഷ്യലുണ്ട്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. എന്ത് കാരണം?
എന്തെങ്കിലും സെറ്റായോ? കല്യാണം വല്ലതും? ഏകദേശം ഇൻഷാ അല്ലാ. എന്തായാലും നിങ്ങൾ വിളിക്കാതിരിക്കില്ല. ഒരിക്കൽ പോലും ഷമീർ പറഞ്ഞില്ല. കാരണം ഞാൻ ഒരു കുഞ്ഞുള്ള പെണ്ണിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നോ അതിനെക്കുറിച്ചൊന്നും അവൻ പറഞ്ഞില്ല. അവൻ നല്ല രീതിയിൽ തന്നെ അവരോട് സംസാരിച്ചു. ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും കൂടണം. ഇൻഷാ അല്ലാ ഞാൻ പറയാം കേട്ടോ. ഒക്കെ ഒന്ന് ഓക്കെ ആവട്ടെ, പറയാനായിട്ടില്ല. എല്ലാവർക്കുമായി സ്വീറ്റ്സ് കൊടുത്തപ്പോൾ എന്താ നോമ്പ് കഴിഞ്ഞ പെരുന്നാളുടെ ആണോ? അതെ, നോമ്പും കഴിഞ്ഞു പെരുന്നാളും കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കൂടെയൊക്കെ എനിക്കും ഭക്ഷണം കഴിക്കാമല്ലോ. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ ഷമീറിൻ്റെ ആ ഒരു പുഞ്ചിരിയും പെരുമാറ്റവും. എന്നാൽ പെട്ടെന്ന് അതാ DGP അങ്ങോട്ട് കയറി വരുന്നു. DGPയെ കണ്ടപ്പോൾ തന്നെ ഷമീർ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് ചെയ്തു. മോനെ ഇരിക്കെ. എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല മാഷാ അല്ലാ. ഇനിയിപ്പോൾ പുതുതായിട്ടൊന്നും കൂടി ഒന്ന് സെറ്റായി എടുക്കണം. ആയിക്കോട്ടെ. പിന്നെ ഇത് സർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്വീറ്റ്സ് നീട്ടുമ്പോൾ അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിക്കുന്നു. മാഷാ അല്ലാ സൂപ്പറായിട്ടുണ്ടല്ലോ മോനെ. ഇതെന്താ വീട്ടിലുണ്ടാക്കിയ വല്ലതുമാണോ? അല്ല, ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ഇൻഷാ അല്ലാ വീട്ടിലുണ്ടാക്കിയത് ഒരിക്കലും ഞാൻ കൊണ്ടുവരണ്ട്. എൻ്റെ ഉമ്മ ഉണ്ടാക്കാറുണ്ട്. ആയിക്കോട്ടെ മാഷാ അല്ലാ. എന്തൊക്കെ തന്നെയാണ് DGP സർ സന്തോഷത്തോടെ ഷമീറിൻ്റെ മുഖത്തേക്ക് നോക്കി. ഷമീറിൻ്റെ ആ മുഖം കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്നുകൂടി നോക്കി. അദ്ദേഹത്തിന് വീണ്ടും നോക്കാനാണ്. ശരിക്കും ഷമീറിൻ്റെ ആ ഒരു നടപ്പും ആ ഒരു എടുപ്പും എല്ലാം കണ്ട് DGPക്ക് അവനെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. ശരിക്കും അതെ, ഇങ്ങനെയൊരാൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാം കൊണ്ടും വളരെയധികം ദീനീയായൊരു വ്യക്തിയും പിന്നെ സ്വഭാവമാണെങ്കിലും സ്വഭാവ മഹിമയും എല്ലാം കൊണ്ടും ഒരു ഒത്തിണങ്ങിയ മനുഷ്യൻ. DGP ഒരു നിമിഷം എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ചു. പിന്നീട് തെറ്റായൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി. അല്ല ഷമീർ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും എൻ്റെ ഉമ്മയും. മാഷാ അല്ലാ, ചെറിയ കൊച്ചു കുടുംബമാണല്ലേ. എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയി. പിന്നെ ഞാനും ഉമ്മയുടെയും ഒരു ജീവിതമായിരുന്നല്ലോ. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ മോനെ, ഇങ്ങനെയൊരു മകനുണ്ടായാൽ പിന്നെ എന്തേ മറ്റൊരാൾ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. DGP കാര്യങ്ങളെല്ലാം അവനോട് നല്ല രീതിയിൽ ചോദിച്ചറിഞ്ഞു. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില ചിന്തകൾ വന്നു എങ്കിലും അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാൻ പോലും പാടില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നാൽ ഈ സമയം അതാ സീനത്തിൻ്റെ വീട്ടിൽ. മോളെ എന്താ മോളെ, പിന്നെ പറഞ്ഞ കണക്കിനനുസരിച്ച് നിക്കാഹിൻ്റെ ടൈമായി തുടങ്ങി. നമ്മൾ പെരുന്നാൾ അങ്ങോട്ട് കഴിയട്ടെ, നോമ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞതല്ലേ. നോമ്പും പെരുന്നാളും കഴിഞ്ഞു. ഇനിയിപ്പോൾ പിന്നെ അവരിങ്ങോട്ട് വരുമായിരിക്കും. ആര്? എന്തിന്? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഷമീറുമായി നിൻ്റെ നിക്കാഹ് ഉറപ്പിച്ചതല്ലേ? ഷമീറുമായി നിക്കാഹ് ഉറപ്പിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഷമീറിൻ്റെ കൂടെ ജീവിക്കാനൊന്നും വലിയ താല്പര്യമില്ല. മോളെ നീ എന്തേ പറയുന്നത്? അത്രക്കും ആ ചെറുപ്പക്കാരനായ യുവാവ് നിന്നെ ഏറ്റെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടും നീ ഇങ്ങനെ നിനക്ക് കിട്ടിയ ഭാഗ്യം നീ ഇല്ലാതാക്കരുത് കേട്ടോ. നിനക്ക് കയ്യിൽ കിട്ടിയാൽ ഭാഗ്യം അതെല്ലാം നീ തട്ടിത്തെറിപ്പിച്ച് കളയും. അതാണ് നിന്റെ സ്വഭാവം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലാത്തൊരു പുതുമന്നെയാണ് ഇത്. എനിക്ക് ഷമീറിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. മോളെ, ദയവായി നീ നിൻ്റെ കുഞ്ഞിനെ വിചാരിച്ചിട്ടെങ്കിലും നിനക്ക് ഒരു ഭർത്താവ് വേണ്ടേ? ഞങ്ങളെ കാലം കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണോ നിൻ്റെ പ്ലാനിങ്? പിന്നെ ഓരോ ചതിയിലും കെണിയിലും കുടുങ്ങിയിട്ട് പറഞ്ഞത് കാര്യമുണ്ടാവില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ആയിപ്പോയത്. ഉമ്മ എന്നോട് ഈ കാര്യത്തിനെ കുറിച്ച് പറയണ്ട. ശരിക്കും അതാ ഞെട്ടിപ്പോവുകയാണ് ആ ഉമ്മ. എൻ്റെ റബ്ബേ, എന്താ റബ്ബേ ഞാൻ ചെയ്യാ പഠിച്ചോനെ. എന്നാൽ അതാ അവളുടെ മനസ്സിൽ മറ്റൊന്നുമല്ലായിരുന്നു. അത് ഷെഫി ഉസ്താദിൻ്റെ കൂടെ ബത്തുൽ ഒറ്റയ്ക്ക് സുഖമായി ജീവിക്കാം. അതിന് ഞാൻ സമ്മതിക്കൂല. അതെ, എനിക്ക് ഷെഫി ഉസ്താദിൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി. അതായിരുന്നു അവളുടെ ചിന്ത. എന്നാൽ ഉമ്മയോട് അവളത് തുറന്നു പറഞ്ഞില്ല. ഉമ്മ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബേ എൻ്റെ കുട്ടിയുടെ മനസ്സിൽ നീ മാറ്റി കൊടുക്കല്ല. അവരെങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്നാൽ അന്ന് സ്റ്റേഷൻ കഴിഞ്ഞ് നേരെ അതാ നമ്മുടെ ഷമീർ ആസിഫിനെ വിളിക്കുന്നു. ഹലോ അസ്സലാമു അലൈക്കും ഹബീബി, എവിടെ പൊന്നെ? അല്ലാ, എന്തൊക്കെ തന്നെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് റാഹത്തായി. എന്താ ഇനിയിപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്കാണ് കടക്കല്ലേ? എന്തായാലും പാതി വഴിയിൽ വെച്ചതല്ലേ, അതെല്ലാം അങ്ങ് കണ്ടിന്യൂ ചെയ്താലോ? ആസിഫ് ചോദിക്കുന്നു.
എന്നാൽ അത് കേട്ടപ്പോൾ നമ്മുടെ ഷമീറിന് വല്ലാത്തൊരു സന്തോഷമായി. അതെ, ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ, ഇൻഷാ അല്ലാ ഇനിയെങ്കിലും നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കണം. അതെ, ഞാൻ ഏറ്റെടുത്ത കാര്യം ഭംഗിയായി പൂർത്തിയാക്കണം. അതെ, സീനത്തിനെ വിവാഹം കഴിക്കണം, എന്നിട്ട് അവളോടൊപ്പം നല്ല ജീവിതം. പക്ഷേ എൻ്റെ കൊച്ചുകുടിയിലേക്ക് അവൾ വരുമ്പോൾ അവൾക്കതൊക്കെ പറ്റുമോ എന്തോ ആവോ. ഇൻഷാ അല്ലാ നോക്കാം. പറ്റൂല എന്നുണ്ടെങ്കിൽ അപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാലോ. വേണമെങ്കിൽ അവൾക്ക് ഫ്ലാറ്റിലെ ജീവിതമാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ആകാം, അതൊന്നും കുഴപ്പമില്ല. അതിനെക്കുറിച്ച് അതാ നമ്മുടെ ആസിഫ് പറഞ്ഞപ്പോൾ എന്തായാലും പെണ്ണുങ്ങൾ ഇഷ്ടം എന്താ വെച്ചാൽ അതിനനുസരിച്ച് നിന്നോട്ടെ. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ചാൽ പെൺകുട്ടികൾക്കൊക്കെ വലിയ ഡിമാൻഡാണ്, വലിയ ജാടയാണ്. അപ്പോൾ അവർക്കൊരു ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, അതിനനുസരിച്ച് അവർ നിൽക്കുള്ളൂ. അല്ലാതെ സാറേ സാറേ എന്നുള്ള വിളി വേണ്ട. ഇപ്പോൾ എന്നേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന നീ തന്നെയാണ്. അത് നിൻ്റെ മികച്ച പ്രകടനം, സ്റ്റേഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതെ സാർ, ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ എൻ്റെ ഒരു ബാധ്യത, അതായത് എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. നിങ്ങളാണ് എന്നെ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും വന്ന വഴി ഞാൻ മറക്കില്ല. നിങ്ങൾ മാത്രമാണ്. എനിക്ക് സ്കില്ലുണ്ട്, എനിക്ക് ഡിഗ്രി ഉണ്ട്. ഇനി ഒരു PSC എഴുതിയാൽ മതി. അതുപോലെ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്നതും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യിപ്പിച്ചതും നിങ്ങളൊഴിഞ്ഞ പോസ്റ്റിലേക്ക് ഞാൻ ജോയിൻ ആയതും അതെ, എനിക്ക് വേണ്ടി സ്പെഷ്യൽ ടെസ്റ്റുകൾ നടത്തിയതും അതൊക്കെ നിങ്ങളാണ്. നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള ആ സാറും. എടാ DGP സാറ് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം ഇൻഷാ അല്ലാ. അങ്ങനെ സാറ് പറഞ്ഞാണ് ഇനി അധികം വൈകിപ്പിക്കേണ്ട. കാരണം അങ്ങനെ ഒരു പോലീസിനെയാണ് നമുക്ക് വേണ്ടതും നമുക്ക് ആവശ്യമുള്ളതും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അങ്ങനെയുള്ള കേസസ് വിടാൻ പാടില്ല, കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ സാറിൻ്റെ പണിയായിരുന്നു പെട്ടെന്ന് ഈ കാര്യമൊക്കെ എന്നോട് റെഡിയാക്കാൻ പറഞ്ഞതും ഒക്കെ. അതുകൊണ്ട് തന്നെ അങ്ങനെ അല്ലേ. ശരിക്കും ഷമീർ അത്ഭുതപ്പെട്ടു. അന്ന് സ്റ്റേഷനിലേക്ക് രാവിലെ വന്ന അദ്ദേഹം, എന്തൊരു ഫയൽ നോക്കുവാൻ വേണ്ടി വന്ന അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു, ഒരുപാട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഞാൻ സ്വീറ്റ് നൽകി. അതായിരിക്കും അദ്ദേഹമല്ല, ആ DGP ആണോ? യെസ്, അത് തന്നെ. അദ്ദേഹം അവിടുന്ന് അധിക ദൂരമൊന്നുമില്ല, അവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിനൊരു മകളുണ്ട്. മകളെ കളക്ടറാക്കണം എന്നുള്ള രീതിയിലുള്ള ആഗ്രഹമൊക്കെയാണ് മൂപ്പർക്ക് ഉള്ളത്. നല്ല മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ. എന്നാൽ ഈ സമയം അതാ DGPയുടെ വീട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ് ഷഹർബാൻ. എന്തിക്ക? പിന്നെയുണ്ടല്ലോ, നമ്മൾ സ്റ്റേഷനിൽ ന്യൂ ജോയിൻ ആയിട്ട് വന്നിട്ടുള്ള, ഞാൻ പോലീസിനെ കുറിച്ച് നിന്നോട് പറഞ്ഞിരുന്നോ? നിങ്ങളിങ്ങനെ ജസ്റ്റ് പറഞ്ഞിരുന്നോ? എൻ്റെ പെണ്ണെ, ചുരുക്കി പറഞ്ഞാലേ ആ പോലീസ് സ്റ്റേഷൻ മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ട്. എന്തിക്ക? അതെ, ആ ഒരു പഴയ പോലീസ് സ്റ്റേഷനല്ലേ, പഴയ കെട്ടിടമാണ്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, മതിലുകളും കാര്യങ്ങളൊക്കെ. പിന്നെ സർക്കാർ അങ്ങനെ എപ്പോഴും അതിന് ഇതൊന്നും തരില്ലല്ലോ. ജനങ്ങൾ ഭയം മാത്രം തോന്നിക്കുന്ന, ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയമാണ്, ഭയങ്കര പേടിയാണ്. അതായത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കൊരു ഞെട്ടലാണ്. റബ്ബേ, പോലീസോ സ്റ്റേഷനോ? പക്ഷെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പോലീസ് വരുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയുന്നില്ല. എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ, ചിലരിലാണെങ്കിൽ അലസരായിരിക്കും, ചിലരാണെങ്കിൽ കഠിനമായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ജനങ്ങൾ സ്റ്റേഷനിൽ വരാൻ പോലും പേടിക്കുന്ന സ്ഥിതി. എന്തെങ്കിലും പരാതി എഴുതി കൊടുക്കുവാൻ വന്നാൽ തന്നെ വളരെയധികം കർക്കശമായി എന്താ കാര്യം എന്നൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഓരോ സംസാരങ്ങളും കാര്യങ്ങളും കൊണ്ട് പോലീസ് സ്റ്റേഷൻ എന്നുള്ള കാര്യം അവർക്ക് ഭയമാണ്. അവിടെ പോയി ഒന്നുകൂടെ പ്രശ്നം കൂടി വരുമെന്നാണ് പലരും പറയുന്നത്. എന്നാലേ ഞാൻ ഒരു കാര്യം പറയട്ടെ, പുതിയ SI ഷമീർ എന്ന പേരുള്ള SI ആ ഒരു സ്റ്റേഷനിൽ ജോയിൻ ചെയ്ത ശേഷം മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ട്. അതെ, ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ഇതൊരു പോലീസ് സ്റ്റേഷൻ അല്ല, ഇത് ജനങ്ങൾക്ക് ആശ്രയം നൽകേണ്ട സ്ഥലമാണ്. എന്നാൽ ശരിക്കും മൊത്തത്തിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടോ ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത്.
എന്നാൽ ഷമീർ എന്ന ആ ഒരു SI ആദ്യം എടുത്ത തീരുമാനം എന്തെന്ന് വെച്ചാൽ പഴയ ഫയലുകളൊക്കെ ഒന്ന് ക്രമീകരിച്ച് വെച്ചു. പിന്നെ മൊത്തത്തിൽ ഓഫീസ് അങ്ങ് വൃത്തിയാക്കി. ശരിക്കും അവൻ ചെയ്യുന്ന ജോലിയല്ല അത്, എങ്കിലും അവൻ മറ്റൊരാളെ കാത്തു നിൽക്കാതെ അവൻ തന്നെ അതെല്ലാം ചെയ്തു. ജനങ്ങൾക്കായി വരുന്നവർക്ക് ഇരിക്കുവാനുള്ള കസേരകൾ വളരെയധികം അടുക്കും ചിട്ടയോട് കൂടെ അത് സെറ്റാക്കി വെച്ചിരിക്കുന്നു. വരുന്നവർക്ക് അവൻ ആദ്യം കൊടുക്കുന്നത്, അത് ആരായാലും ഇനിയിപ്പോൾ ആരൊക്കെ തന്നെയായാലും, ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ആദ്യം കൊടുക്കുന്നത് അവന് ബഹുമാനമാണ്. ബഹുമാനത്തോടെ അവരെ സ്വീകരിക്കും. അതാണ് അവൻ്റെ നയം. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ജനങ്ങളെ എങ്ങനെയൊക്കെ തന്നെ വരികയാണെങ്കിലും ആദ്യം തന്നെ അദ്ദേഹം, അതായത് ഷമീർ പറയുന്നത്, ഒരിക്കലും നമ്മൾ ജനങ്ങളെ കുറ്റവാളികളായി കാണരുത്, ആദ്യം മനുഷ്യരായി കാണണം. പുഞ്ചിരിച്ച മുഖവുമായി, അത് ഒരു മനുഷ്യനുള്ള തെറ്റ് പറ്റും, സ്വാഭാവികമാണ്. അതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളത് തിരുത്തി കൊടുക്കണം. ശാന്തമായ സംസാര ശൈലിയോടെ ഷമീറിൻ്റെ ആ ഒരു സംഭാഷണം കേട്ടാൽ ആരും തന്നെ തെറ്റിലേക്കൊന്നും പോകില്ല. അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകമായി പരാതി കേൾക്കാനുള്ളൊരു സമയം അവന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ജനസമ്പർക്ക സമയം, അതായത് ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ തന്നെ ആരും ഭയക്കാതെ വന്ന് പരാതി പറയാൻ കഴിയുന്ന സംവിധാനം. അവന് പറയാണ്, ആരൊക്കെ തന്നെ, ഞാനൊരു ക്ലാസ് കേട്ടു അവൻ്റെ, അങ്ങനെ സ്റ്റേജ് ക്ലാസ് എടുക്കുന്നുണ്ട്, അവൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ കോരി തിരിച്ചു പോയി. ജനങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ, അവരെ സംരക്ഷിക്കാനാണ് പോലീസ്. ആരും ഭയക്കാതെ, ഒരാളെ പേടിയില്ലാതെ വന്ന് പരാതി പറയണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കാതെ. അങ്ങനെയൊക്കെ അവന് അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഷമീർ സ്റ്റേഷനിൽ മാത്രമല്ല കേട്ടോ, അവൻ നാട്ടിലേക്കും ഇറങ്ങുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, വീട്ടിലുള്ള തർക്കങ്ങൾ, ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലീസ് കേസ് ആകാതെ സമാധാനപരമായി പരിഹരിക്കുകയാണ്. എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരികയാണെങ്കിൽ, സാറേ എനിക്ക് എൻ്റെ ഭർത്താവിന് വേണ്ട, ഞാൻ അയാളെ ഡൈവേഴ്സ് ചെയ്യാണ് എന്ന് വന്ന് പറയുമ്പോൾ ആ നിമിഷം അവൻ ആ വീട്ടിലേക്ക് പോവുകയാണ്. രണ്ടുപേരെയും മുന്നിലിരുത്തി ശാന്തമായി സംസാരിക്കണം. എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം? നിങ്ങൾ ഇങ്ങനെ വേർപെട്ട് കഴിഞ്ഞാൽ അതാ ഈ കാണുന്ന 2 മക്കൾ അനാഥമായി പോവില്ലേ? ആ കുട്ടികളുടെ ഭാവി പിന്നെ എന്തായിരിക്കും? നിങ്ങൾ ഈ പ്രശ്നം കൂടുന്നതും കലഹം കൂടുന്നതും എല്ലാം കണ്ടും കേട്ടും വളർന്ന ഈ മക്കളും ഭാവിയിൽ ഇതേ അവസ്ഥ വരും. മക്കളുടെ ജീവിതം, ഭാവി നഷ്ടപ്പെടുത്തണോ? വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും കുറ്റങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊരുത്തപ്പെട്ട് പൂർണ്ണമായി സുഖസുന്ദരമായി ജീവിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഹാപ്പിയാക്കണം. വിട്ടുവീഴ്ച ചെയ്യുക 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്കും പല ഈ സമയത്ത് എത്രയോ ഡൈവേഴ്സ് കേസുകൾ നടക്കേണ്ടതാണ്. ഈ ഒരു പോലീസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന് ശേഷം വളരെയധികം സമാധാനപരമായിട്ടാണ് അദ്ദേഹം അതൊക്കെ പരിഹരിക്കുന്നത്. അതുമാത്രമല്ല, വിദ്യാർത്ഥികൾക്കുണ്ട് സ്കൂളുകളിൽ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അവർ. അതുപോലെ ഡ്രഗ്സ് ഇല്ലാത്ത ജീവിതം, മയക്കുമരുന്നില്ലാത്ത ജീവിതം, അതിൻ്റെ ക്യാമ്പയിന് സംഘടിപ്പിക്കുന്നു. പല കുട്ടികളും തെറ്റായ വഴിയിൽ പോകുന്നത് അത് തടയുന്നതിനുള്ള ക്ലാസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലാനിങ് ആണ്. ഇതൊക്കെ നെക്സ്റ്റ് ആഴ്ചകളിലായിട്ടുണ്ടാവും സ്കൂളിലൊക്കെ. അത് മാത്രമല്ല കേട്ടോ, ഭയങ്കര എന്താ പറയുക, സെർച്ചിങ്ങിൻ്റെ കൂടെ ആളാണ്. രഹസ്യ പരിശോധനകൾ നടത്തുന്നുണ്ട്, വലിയ റെയ്ഡുകൾ. നാട്ടിൽ മയക്കുമരുന്ന് കുറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ രഹസ്യമായിട്ടാണ്. അതുമാത്രമല്ല, SI പറഞ്ഞത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും റോഡുകളിൽ സുരക്ഷാ സംവിധാനം, ഹെൽമറ്റ് ക്യാമ്പയിൻ, അപകടങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഹെൽമറ്റ് ഇല്ലാത്തവർക്ക് ഇതാ സാറ് തന്നെ ഹെൽമറ്റ് പ്രൊവൈഡ് ചെയ്യാണ്, അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. അതുമാത്രമല്ല, ഒറ്റയ്ക്ക് വരുന്ന പ്രായമായവരെ സഹായിക്കുക, സന്ദർശിക്കുക, ആവശ്യമായ സഹായങ്ങൾ നൽകുക. എന്നാൽ അതെല്ലാം കേട്ട് അതാ ഷെഹർബാൻ പറഞ്ഞു, എൻ്റെ ഇക്ക ഇതെല്ലാം കേട്ടിട്ട് എനിക്കതൊരു പോലീസ് പോലെ തോന്നില്ലല്ലോ. പോലീസ് രംഗത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് അദ്ദേഹം ചെയ്തു കൂട്ടിയ കുറച്ച് സഹകരണങ്ങളുടെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ വഴികളായിരിക്കാം അതാ പോലീസിലേക്ക് വന്നതിന് ശേഷം അത് തന്നെ തുടരുന്നത്. ശരിക്കും മനസ്സ് നിറഞ്ഞു പോവുകയാണ്. എന്നാൽ DGP പറഞ്ഞു, എടി ഷെഹർബാൻ, അത് ഞാനൊരു പോലീസിനെ പോലല്ല, ഞാൻ ഓനെ കരുതിയത് അവൻ എൻ്റെ മകനെ പോലെയാണ്. അത് സത്യമായിട്ടും അത്രക്കും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. എന്നാൽ ഈ സമയം ആസിഫും അത് തന്നെ പറയുന്നു. അത് DGP സാർ എന്നോടെല്ലാം വിളിച്ച് പറഞ്ഞു. ആ സ്റ്റേഷൻ്റെ ഭംഗിയും വൃത്തിയും, പിന്നെ ആളുകൾക്ക് ഭയം, അഴുക്കായ സ്ഥലം, ആളുകൾ ഒഴിവാക്കുന്ന സ്ഥലം, അതൊക്കെ ഇപ്പോൾ വിശ്വാസത്തിൻ്റെയും സഹായത്തിൻ്റെയും ജനങ്ങളുടെ ആശ്രയത്തിൻ്റെയും സ്റ്റേഷനായി മാറി.
നമ്മുടെ SI വന്നതുകൊണ്ട്. അതുമാത്രമല്ല, എത്ര ഡൈവേഴ്സ് കേസുകൾ, കുറ്റകൃത്യങ്ങൾ, യുവാക്കൾ നല്ല വഴിയിലേക്ക് തിരിഞ്ഞു. ചുരുക്കി പറഞ്ഞ ഈ നാട്ടിന് രക്ഷകനായി വന്നവനാണ് നമ്മുടെ ഷമീർ. ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞു തുടങ്ങി. ശരിക്കും ഷമീറിൻ്റെ ആ ഒരു പ്രവൃത്തികളെ പുകഴ്ത്തി പറഞ്ഞ DGP സർ ഭാര്യയോട് പറയുന്നതെല്ലാം അതാ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. DGPയുടെ പുന്നാരമോൾ ആയിഷ. അത് ഷമീർ പോലീസിനെ കുറിച്ച് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം കേട്ട് അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അവൾ ഒരു നിമിഷം വിചാരിച്ചു, പഠിച്ചോനെ, ഇതായിരിക്കുമോ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊതിച്ച ആ ഒരു പുരുഷൻ? അത് എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ടല്ലോ. ദീനിയായ കാര്യത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും വളരെയധികം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ തൻ്റെ പിതാവ് പറഞ്ഞതെല്ലാം അവൾ കേട്ടു. ശരിക്കും അവൾക്ക് തോന്നിപ്പോയി, റബ്ബേ, പിതാവിനോട് ഇതൊന്ന് തുറന്നു പറഞ്ഞാലോ എന്നുള്ളത്. പഠിച്ചോനെ, വേണ്ട, ഇപ്പോൾ വിവാഹത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ടില്ലല്ലോ. ഉപ്പാൻ്റെ ആഗ്രഹം ഒരു കളക്ടർ ആവണം എന്നതാണ്. എന്ന് എനിക്കാണെങ്കിൽ അതിലുപരി ഒരു നല്ലൊരു സോലിഹത്തായ ഒരു പെണ്ണായി ജീവിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായി ജീവിക്കണം എന്നതാണ് റബ്ബേ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഉപ്പയുടെ ആഗ്രഹം അതാണെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ആ ഒരു മുഖം, അതെനിക്ക് മറക്കുവാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. ശരിക്കും ഷമീറിനെ കുറിച്ചുള്ള ആ ഒരു വാക്കുകൾ അവളുടെ കർണപുടങ്ങളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ഉപ്പ പറയുന്നത് നല്ല മോനാണ്, എൻ്റെ മോനെ പോലെയാണ് ഞാൻ അവനെ കരുതുന്നത്. ശരിക്കും അതെല്ലാം കേട്ട് അതാ ആയിഷയുടെ മനമൊന്ന് കുളിർത്തു. തൻ്റെ പ്രിയപ്പെട്ട ഉപ്പൊരു പക്ഷേ എനിക്ക് സമ്മാനമായി അദ്ദേഹത്തെ നൽകിയിരുന്നെങ്കിൽ എന്നുവരെ അവൾ ആലോചിച്ചു പോയി. എന്നാൽ ഷമീർ ഈ കാര്യമൊന്നും അറിയുന്നില്ല. ഷമീർ തൻ്റെ പ്രിയപ്പെട്ട സീനത്തിനെ സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതേ സീനത്ത് തൻ്റെ ഭാര്യയായി തൻ്റെ വീട്ടിലേക്ക് വരുന്നത്, ആ കുഞ്ഞു വരുന്നത്, ഉമ്മ സന്തോഷിക്കുന്നത്, അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷമീർ. എന്നാൽ ഷമീർ അന്ന് വൈകുന്നേരം അതാ ആസിഫ് സാറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആസിഫ് സാറ് നേരേതാ അവളുടെ ഉപ്പാക്ക് വിളിക്കുകയാണ്. അതെ, സീനത്തിൻ്റെയും ഷമീറിൻ്റെയും കല്യാണക്കാര്യത്തിന് വേണ്ടി നിക്കാഹ് പെട്ടെന്ന് നടത്തുവാനും ഡേറ്റ് ഫിക്സ് ചെയ്യുവാനും വേണ്ടി അതാ വിളിക്കുകയാണ്. എന്തായിരിക്കും അവളുടെ പിതാവ് പറയുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. സീനത്തിന് എന്താണ് പറ്റിയത്? അവളുടെ ഉദ്ദേശം എന്താണ്? ഒരു പക്ഷേ അവളുടെ ഭർത്താവ് മറ്റൊരുത്തിയുമായി ഒരുമിച്ച് ജീവിക്കുന്നത് അവൾക്ക് ഇല്ലാതാക്കണം എന്നാണോ? അതോ തനിക്ക് കിട്ടാത്ത സ്നേഹം മറ്റൊരാൾക്കും കിട്ടരുത് എന്ന് അവളുടെ മനസ്സിൽ അസൂയ തോന്നിയത് കൊണ്ടാണോ? അറിയില്ല. അതോ അവളുടെ സ്വഭാവമെല്ലാം മാറി തിരിച്ച് ഷമീറിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? അതോ ഷെഫി ഉസ്താദിൻ്റെ കൂടെ പോകാൻ വാശി പിടിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.